വലിയ പബ്ലിക് സ്പീക്കിംഗ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് പഠനകാലത്ത് സംഘടനാ സംവിധാനങ്ങളിലൂടെ തന്നെ വളർത്തിയെടുത്തൊരു സ്കില്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ബാക്കപ്പ് ചെയ്യുന്ന വലിയൊരു എഫേർട്ടുണ്ട്. ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് വെറുതെ പോയി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അഡ്രസ്സ് ചെയ്യുന്ന സിസ്റ്റംസൊക്കെ ഉണ്ട് നാട്ടിൽ. പക്ഷേ ഫൈസൽ ബാബുവിൻ്റെ സ്പീക്കിംഗ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല. വലിയ എഫേർട്ട് എടുത്തിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി, ഫാക്ച്വലായ ഡാറ്റ റിസർച്ച് നടത്തി, അതിന് പുറത്തൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനാണ് ഒരുപാട് യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങൾക്ക് പോലും ഫൈസൽ ബാബു വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അത്രയും ഒരു എഫേർട്ട് എടുത്ത് വരുമ്പോൾ ഇപ്പോൾ നാട്ടിലെ നരേറ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചാനൽ ചർച്ചകൾ, പ്രഭാഷണങ്ങൾ ഒക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കണ വലിയൊരു ആകുലത ഉണ്ട്. സത്യത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷണൽ സ്പേസസിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാണ്. ഒരു സ്പീച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ എന്തൊരു ഹോപ്പോട് കൂടി കടന്നുറങ്ങും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. വീട്ടിലിരിക്കണ നമ്മുടെ പിന്നെ വയസ്സായ നമ്മുടെ വാപ്പ അമ്മ, നമ്മുടെ അനിയന്മാർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറ, യുവതലമുറ, ഇവർക്കൊക്കെ ഇത് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്. പക്ഷെ ഫൈസൽ ബാബുവിൻ്റെ സ്പീച്ചിൽ എപ്പോഴും കേട്ടിട്ടുള്ളത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി. എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും അവസാനം നമ്മൾ ഒരു ഹോപ്പോട് കൂടിയാണ് അത് കേട്ട് പിരിഞ്ഞു പോകുന്നത്. അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ശരിക്കും ഒരു പബ്ലിക് സ്പീക്കർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ ഇൻഫർമേഷനും ഇൻസ്പിറേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വിവരങ്ങളും നാട്ടുകാരെടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എല്ലാവർക്കും ഇത് ഡിഗ് ചെയ്യാനും ഡാറ്റ എടുക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം, ആക്സസിബിൾ ആയി. ഓക്കെ. അപ്പം നമ്മൾ ഒരു ഐഡിയൻ്റെ മുകളിൽ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുക, അവരെ എനർജൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു പബ്ലിക് സ്പീക്കർ ചെയ്യേണ്ടുന്നൊരു ഉത്തരവാദിത്വം. ഒരു അങ്ങാടിയിൽ ഒരു പൊതുയോഗം കടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും പബ്ലിക്സിനും കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പബ്ലിക് സ്പീക്കർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം. ഡാറ്റ ഒക്കെ വേണം, പക്ഷെ നമ്മൾ കുറേ എന്താ പറയുക, ഒരു മണിക്കൂർ പോയിട്ട് കുറേ ഡാറ്റ, അങ്ങനെ ഒരു അക്കാഡമിക് സെമിനാറൊന്നുമല്ല. അപ്പം ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് ലൈഫിൽ ഇപ്പം നമുക്ക് പല പ്രസംഗങ്ങളുണ്ട്. ഒന്ന് ഇൻഡോർ സെഷൻസ് വരും, ഒരു നല്ല ടോപ്പിക്കൊക്കെ കോയിൻ ചെയ്ത് നല്ല മനോഹരമായ തലവാചകമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു AC ഹാളിലൊക്കെ ഇട്ടുള്ള സെമിനാറുകൾ വരും. അതുപോലെ വലിയ സമ്മേളനങ്ങൾ വരും. പിന്നെ തെരുവ് യോഗങ്ങൾ വരും. അപ്പം ഞാനിതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന മീറ്റിംഗ് എന്ന് പറയുന്നത്, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് മീറ്റിങ്ങുകളാണ്, തെരുവ് യോഗങ്ങളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, മറ്റൊരിടത്തൊക്കെ ഈ ഇപ്പം നമ്മളൊരു ഇൻഡോർ സെമിനാർ ഹാളിൽ അതിന് വേണ്ടിയുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് ഓഡിയൻസ് ഉണ്ടാവും, അവരതിന് വേണ്ടി വന്നിരിക്കുന്നവരാണ്. പക്ഷെ നമ്മളൊരു തെരുവിൽ പ്രസംഗിക്കുന്ന സമയത്ത് സംഘാടകരായിട്ടുള്ള, ഇതിന് അനുയായികളായിട്ടുള്ള കുറച്ച് ആളുകൾ അവർ നമ്മളെ മുന്നിലുണ്ടാവും. ഓക്കെ, അതിനപ്പുറത്തുള്ളൊരു ഓഡിയൻസ്, ആ അങ്ങാടിയിലെ ക്രൗഡിനെ നമ്മളെ ഈ ഒരു ഐഡിയയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങാടിയിലെ ക്രൗഡ് ആരാണ്? അവർ മീൻ വാങ്ങാൻ വന്നവരാണ്, അവർ മരുന്ന് വാങ്ങാൻ വന്നവരാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങാടിയിലേക്ക് ഓടി വന്നവരാണ്. അറ്റൻഷനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്. തീർച്ചയായിട്ടും അവരെ ക്യാച്ച് ചെയ്യുക, അവരെ ക്യാച്ച് ചെയ്തിട്ട് അവരുടെ പ്രയോറിറ്റിയിലേക്ക് ഈ ഒരു കാര്യം കൊടുക്കുക. ഇതൊരു ഔട്ട് ഓഫ് സിലബസ് അല്ല. നിങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കേറിയ പാച്ചിലുകൾക്കിടയിൽ നിങ്ങൾ മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുകളിൽ വെക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇത് ഇവിടെ കെട്ടിയിരിക്കുന്ന ഈ കൊടിയും ആ കൊടിയുടെ പിന്നിൽ നിൽക്കുന്ന കുറേ ആളുകളും അവരുടെ കാര്യമല്ല, ഇത് നിങ്ങളുടെ വിഷയമാണ് എന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ, കൺവേ ചെയ്യാൻ പറ്റിയാൽ, അതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങിൽ അവാർഡ്സ് ഇത് വരുമ്പോൾ, ഞാനിപ്പം SKSFൻ്റെ സർക്കിളയും സ്റ്റേറ്റ് വിന്നറായിരുന്നു പയ്യന്നൂർ കോളേജിൽ വെച്ചിട്ട്, കോളേജ് വിഭാഗത്തിൽ അതിൻ്റെ സ്റ്റേറ്റ് വിന്നർ ഫസ്റ്റായിരുന്നു. അന്നത്തെ SKSFൻ്റെ ഇന്നത്തെ ലീഡർഷിപ്പിൽ ചോദിച്ചാൽ അറിയാം. അതെ, മലയാള എലക്യൂഷൻ കോൺടെസ്റ്റ്. അതിനുശേഷം ഞാൻ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഇൻ്റർ സോൺ ഫെസ്റ്റിവലിൽ മലയാളം പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, മലയാളം ഡിബേറ്റ്, ഇംഗ്ലീഷ് ഡിബേറ്റ്, ഈ 4 ഐറ്റത്തിലും ഞാൻ വിന്നറായിരുന്നു, ഫസ്റ്റ് വാങ്ങിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രത്യേക ബോക്സ് ന്യൂസ് കൊടുത്തിട്ട്, ഈ കലോത്സവ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് ഒരു കൗതുക വാർത്ത പോലെ 4 ഐറ്റം പങ്കെടുത്ത 4 ഐറ്റംസിലും സമ്മാനം വാങ്ങിയ എന്നുള്ളവർക്ക് ഞാൻ പഠിച്ച പാലയാട് ക്യാമ്പസിന് പോയിൻ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് അവാർഡ്സ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിൽ ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ കാണാറുള്ളത്
ഈ തെരുവുകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങി ആ സാധനം വാങ്ങിയ കവറുമായിട്ട് അയാൾ അകലേ നിൽക്കും. നമ്മൾ ആദ്യം അദ്ദേഹത്തൊന്ന് വാച്ച് ചെയ്യും, ഇതാരാണിത്, എന്താ പരിപാടി, എന്താ ഈ സംഭവം എന്നൊരു ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി നിൽക്കണം ഈ കവറും പിടിച്ചിട്ട്. പക്ഷെ ആ നിൽപ്പൊരു പക്ഷേ 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് കേട്ടിരിക്കും. ഇപ്പം നമ്മളെ മുന്നിൽ 100 ആളുകൾ കൈയടിക്കുന്നുണ്ടാവും, നമ്മൾ അവരോടല്ല സംസാരിക്കുന്നത്. ആ വീട്ടിലേക്ക് തിടുക്കത്തിൽ പോകുന്നതിനിടയിൽ ഈ കവറും തൂക്കിയിട്ട് ഒന്ന് ചെവി തന്ന് 2 മിനിറ്റ് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് പോട്ടെ എന്നുള്ള നിലക്ക് നിന്ന ആ മനുഷ്യൻ്റെ അരമണിക്കൂർ നിൽക്കുമ്പോൾ അയാളോട് മാത്രമാണ് നമ്മളപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ റൈറ്റ് ഓഡിയൻസ് അയാളാണ്.